ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ 100-ലധികം സീറ്റിൽ നേടി അധികാരത്തിൽ വരും. ഞങ്ങൾ ചെയ്തു കൊടുക്കും. നിയമപരമായി ഇനി ഭാവിയിൽ ഒരു കാലത്തും ഒരു നിയമപ്രശ്നം ഉണ്ടാകാത്ത തരത്തിൽ ഇവർക്കോ വരാതിരിക്കുന്ന അവരുടെ തലമുറകൾക്കോ ഒരു കുഴപ്പവും ഇല്ലാത്ത രീതിയിൽ പെർമനന്റ് ടൈറ്റിൽ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് UDF കൊടുക്കും. നമസ്കാരം. മുനമ്പം ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? മുനമ്പത്തെ ആ സ്ഥലം ഒരു സേട്ടുവിൻ്റെതാണെന്നും വഖഫ് ഭൂമിയാണെന്നും ആ വഖഫ് ഭൂമി അവിടെ ഇപ്പോൾ താമസിക്കുന്ന ആളുകളുടേതെല്ലാം എന്നും പറഞ്ഞുകൊണ്ട് വഖഫ് ബോർഡ് ഒരു കേസ് ഫയൽ ചെയ്യുകയുണ്ടായി. ആ കേസ് ഫയൽ ചെയ്ത ശേഷം അവിടെയുള്ള നാട്ടുകാർ കൂടി ഒരു സമരം നടത്തുകയുണ്ടായി. അതിൽ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് BJP എത്തുകയുണ്ടായി, കോൺഗ്രസും എത്തുകയുണ്ടായി. BJP പറഞ്ഞു കേന്ദ്രത്തിൽ ഞങ്ങളെ നിയമം കൊണ്ടുവരികയാണ്, വഖഫ് ഭേദഗതി നിയമം. അത് വന്നു കഴിഞ്ഞാൽ ആ ദിവസം തന്നെ നിങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങളും തീരും എന്ന് പറഞ്ഞു. ആദ്യം തന്നെ നമ്മൾ പരിശോധിക്കേണ്ടത് ഈ വഖഫ് കേസ് കൊടുത്ത ആരാണ്, ആരുടെ വകുപ്പാണ്? പിണറായി വിജയന്റെ കീഴിലുള്ള വഖഫ് ബോർഡാണ്. ആ വഖഫ് ബോർഡ് ഇത് ക്ലെയിം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു കേസ് കൊടുത്തില്ലായിരുന്നെങ്കിൽ അവിടെ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാകുമായിരുന്നില്ല. അപ്പൊ ആ വഖഫ് ബോർഡ് കേസ് കൊടുത്തത് വഴി പിണറായി വിജയന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. അത് BJP ഏറ്റെടുത്തു. വലിയ കോലാഹലമായി അവസാനം അവർ ഏതുവരെ പോയി? വഖഫ് ഭേദഗതി നിയമം വരുന്നവരെ പോയി. വഖഫ് ഭേദഗതി നിയമം എന്ന് പറഞ്ഞാൽ എന്താ? കേസ് കൊടുക്കുമ്പോൾ ഈ വഖഫ് ബോർഡിന്റെ വിധിക്കെതിരെ മുകളിലെ കോടതി കൊടുക്കാം, അങ്ങനെ ഹൈക്കോടതി കൊടുക്കാം, സുപ്രീം കോടതി വരെ കൊടുക്കാം, അതിനെ ചാലഞ്ച് ചെയ്തുകൊണ്ടെന്നുള്ള ഒരു ഉത്തരവ് മാത്രമാണ് സുപ്രീം കോടതി BJP പാർലമെന്റിൽ പാസ്സാക്കിയത്. അല്ല ഒരു മണ്ണാങ്കട്ടയില്ല. അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കില്ല. ഈ ഇഷ്യൂ ഉണ്ടാക്കിയ ആരാണ്? ഈ ഇഷ്യൂ ഉണ്ടാക്കിയ കേരള ഗവൺമെന്റ് ആണ്. മുനമ്പം ഇഷ്യൂ ഉണ്ടാക്കിയത് പിണറായി വിജയനാണ്. ആ വഖഫ് ബോർഡാണ്. വഖഫ് ബോർഡിനോട് പിണറായി വിജയൻ പറയാണ് ആ കേസ് പിൻവലിക്കൂ എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഫാറൂഖ് കോളേജ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വിലയ്ക്ക് വാങ്ങി, ഞങ്ങൾക്ക് കിട്ടിയ ദാനമായി കിട്ടിയത് ഞങ്ങൾ വിൽക്കാനുള്ള അവകാശമുണ്ട്, ഞങ്ങൾ വിറ്റതാണെങ്കിൽ പിന്നെ അതിനുള്ള അവകാശം ഉന്നയിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള വഖഫ് കേസ് 10 നിമിഷം കൊണ്ട് അത് കേസ് ഇല്ലാതാക്കാൻ പറ്റും, അവരുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും എന്ന് പറഞ്ഞത് VD സതീശനാണ്. ആദ്യം VD സതീശൻ പറഞ്ഞത് ഞാൻ പരിഹാസമായിട്ടാണ്, പലരും പരിഹാസമായിട്ടാണ് കരുതിയെങ്കിലും അതിന്റെ യഥാർത്ഥ വസ്തുക്കളിലേക്ക് പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞത് 100% സത്യമാണ്. ഈ ഗവൺമെന്റ് 10 നിമിഷം കൊണ്ട് അതായത് വഖഫ് ബോർഡ് കൊടുത്ത കേസ് പിൻവലിക്കാൻ പിണറായി വിജയൻ ഉത്തരവിട്ടാൽ അവിടുത്തെ പ്രശ്നം കഴിഞ്ഞു. ആ കേസില്ല. പിന്നെ ഈ 700 പേര് അവിടെ സമരം നടത്തുന്നത് അവരുടെ ഭൂമി അവർക്ക് തന്നെയാണ്. ഇത് കൃത്യമായി പിണറായി വിജയൻ പാലിച്ചാൽ പിന്നെ എവിടെയാണ് പ്രശ്നം? അതായത് UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ആദ്യം ചെയ്യുന്നത് ആ വഖഫ് ബോർഡ് ഹൈക്കോടതി കൊടുത്ത കേസ് പിൻവലിക്കുക എന്നുള്ളതാണ്. അതായത് വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെന്റ് കീഴിലുള്ളതാണ്. ഈ വഖഫ് ബോർഡിന്റെ കീഴിലാണ് ഈ സ്ഥലം. എന്നിട്ട് പിണറായി വിജയൻ പറയാണ് അവരുടെ പ്രശ്നം പരിഹരിക്കുന്നു. കള്ളം പറയാണ്. വായെടുത്ത കള്ളം പറയുന്ന ഒരു മാഫിയ തലവനാണ് പിണറായി വിജയൻ എന്ന് എല്ലാവർക്കും അറിയാം. കള്ളം പറഞ്ഞ് തുറന്ന കള്ള് പറയുക. ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനല്ലാതെ ഈ പിണറായി വിജയൻ എന്തിനെങ്കിലും വായ തുറക്കാറുണ്ടോ? അദ്ദേഹം ഈ നാടിന് വേണ്ടി ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന്റെ അല്ല. ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന പദ്ധതികൾ അല്ലെ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ ഇതിലപ്പുറത്ത് ഈ പിണറായി വിജയൻ ഏതെങ്കിലും കൊണ്ടുവന്നുണ്ടോ? നമുക്കറിയാം, തിരുവനന്തപുരത്ത് വിഴിഞ്ഞം പോർട്ട്, എറണാകുളത്ത് മെട്രോ റെയിൽവേ, അതേപോലെ കണ്ണൂർ എയർപോർട്ട് തുടങ്ങി വികസന പദ്ധതികളെല്ലാം വികസനയുടെ പെരുമഴ കൊണ്ടുവന്ന് അതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത ഒരു പരിധി വരെ എത്തിയിട്ടാണ് പിണറായി വിജയൻ അധികാരത്തിൽ വന്നത്. പിന്നെ അത് പിണറായി വിജയന്റെ സ്വന്തം കുഞ്ഞു പോലെയായി അത് ഡെവലപ്പ് ചെയ്തു. അതോടൊപ്പം തന്നെ ഇവിടെ BJP വളരാൻ വേണ്ടി ചില കാര്യങ്ങൾ അവർ പറയുന്ന പ്രകാരം, കേന്ദ്രം പറയുന്ന പ്രകാരം ചെയ്തു. അതിന്റെ ഒരു ഭാഗമാണ് മുനമ്പം ഇഷ്യൂ. പിണറായി വിജയൻ ആസൂത്രിതമായി BJPയുമായി ഗൂഢാലോചന നടത്തി ഉണ്ടാക്കിയ ഒരു ഇഷ്യൂ ആണ് മുനമ്പം ഇഷ്യൂ. അവിടെ ഒരു ഇഷ്യൂ ഇല്ല. അവിടെ ആ സമരം നടത്തുന്ന ആളുകൾക്ക് അത് അവരുടെ സ്ഥലമാണ്, അത് തിരിച്ചു കിട്ടാൻ ഒറ്റ ഒരു കാര്യം മതി. പിണറായി വിജയൻ ആ കേസ് പിൻവലിക്കാൻ ഒരു ഓർഡർ പാസ്സാക്കാൻ 10 മിനിറ്റ് മതി. അതാണ് VD സതീശൻ പറയുന്നത്. ഈ കാര്യത്തിൽ VD സതീശൻ പറഞ്ഞ കാര്യമാണ് സത്യം. VD സതീശനെ ആദ്യം പരിഹസിച്ചിരുന്ന ആളുകളെല്ലാം തന്നെ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു BJP കേന്ദ്രത്തിൽ ഓർഡിനൻസ് കൊണ്ടുവന്നൊരു മണ്ണാങ്കട്ടി നടക്കാൻ പോണില്ല. അതിലെ പിണറായി വിജയനാണ് ഇതിന്റെ യഥാർത്ഥ ഗൂഢാലോചനയിലെ മുഖ്യ വില്ലൻ എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്ന് കേട്ടു നോക്കൂ. എത്ര കൃത്യമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതായത് 10 നിമിഷം കൊണ്ട് മുനമ്പം ഇഷ്യൂ തീർക്കാം
എന്ന് VD സതീശൻ പറഞ്ഞത് യാഥാർത്ഥ്യബോധത്തോട് കൂടിയാണ്. പക്ഷെ ഒരു തീരുമാനമെടുക്കാൻ കഴിയണം, അവിടുത്തെ പ്രശ്നം തീരണം, കേസ് പിൻവലിക്കാൻ ഉത്തരവിടണം. ഹൈക്കോടതി കേസ് പിൻവലിച്ചാൽ മുനമ്പം ഇഷ്യൂ ഉണ്ടോ? ഇല്ല. നമുക്ക് VD സതീശൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാം. മുനമ്പത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ് എന്നും ഉണ്ടാകും എന്ന് ഞങ്ങളൊരു വാക്ക് നൽകി. ഞങ്ങൾ ഇപ്പോഴും ഉണ്ട്, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ പലരും കാണാനില്ല. രണ്ട് ഗവൺമെന്റ് കൂടി തന്ന പണിയാണ്. ഒരു കൂട്ടര് ഇപ്പൊ പാസ്സായി കളക്ടറെ കൊണ്ട് കൊടുത്ത കളക്ടർ അപ്പൊ ടാക്സിനൊക്കെ എഴുതി തരുമെന്ന് പറഞ്ഞു. മറ്റവര് പിണറായി വിജയൻ മാർപ്പാപ്പ വിചാരിച്ചാൽ നടക്കാത്ത കാര്യം പിണറായി വിജയൻ ശരിയാക്കി തരുമെന്ന് പറഞ്ഞു. പിണറായി വിജയൻ ഇങ്ങനെയാണ് ശരിയാക്കി തന്നത്. ഇതിനേക്കാൾ നല്ല പണി അവർക്ക് കൊടുക്കാനില്ല. ഈ പാവപ്പെട്ടവർക്ക് പിന്നിൽ നിന്നാണ് കുത്തിയത്. പിന്നെ ഞങ്ങൾ പറഞ്ഞു 10 മിനിറ്റ് കൊണ്ട് ഇത് നടപടി ക്രമം ശരിയാക്കുക. ഞാൻ ഒരുപാട് പരിഹസിക്കപ്പെട്ടു. CPM-ന്റെ BJP-യുടെ എല്ലാം ട്രോളുകളിൽ ഇത്രയും വലിയ നിയമപ്രശ്നം 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാം എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു എന്ന് ധാരാളം കളിയാണ്. ധാരാളം എന്താ പറഞ്ഞത്? 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാമെന്ന് സംസ്ഥാന ഗവൺമെന്റ് സെക്ഷൻ 97 അനുസരിച്ച് വഖഫ് ബോർഡിനോട് ആവശ്യപ്പെട്ടാൽ മതി. ഇത് വഖഫ് ബോർഡ്, വഖഫ് ഭൂമി അല്ല എന്ന നിലപാട് വഖഫ് ബോർഡ് എടുക്കണം എന്ന് ആവശ്യപ്പെട്ടാൽ മതി. ആ ഓർഡർ അടിച്ചെടുക്കാനുള്ള നേരമാണ് ഞാൻ പറഞ്ഞ 10 മിനിറ്റ്. മനസ്സിലായോ? സംശയമുള്ളവർക്ക് പറയാം 10 മിനിറ്റ്. ഈ 10 മിനിറ്റ് അവിടെ നിൽക്കട്ടെ. എന്തിനാണെന്നറിയാം? ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ 100-ലധികം സീറ്റിൽ നേടി അധികാരത്തിൽ വരും. ഞങ്ങൾ ചെയ്തു കൊടുക്കും. നിയമപരമായി ഇനി ഭാവിയിൽ ഒരു കാലത്തും ഒരു നിയമപ്രശ്നം ഉണ്ടാകാത്ത തരത്തിൽ ഇവർക്കോ വരാതിരിക്കുന്ന അവരുടെ തലമുറകൾക്കോ ഒരു കുഴപ്പവും ഇല്ലാത്ത രീതിയിൽ പെർമനന്റ് ടൈറ്റിൽ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് UDF കൊടുക്കും.